ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഓക്കെ, സൺഡേ ആയി അല്ലേ? നമുക്ക് ഗൈഡൻസ് മെസ്സേജ് മാത്രം, ജസ്റ്റ് ഒറാക്കിൾ മെസ്സേജ് മാത്രമേ എടുക്കുന്നുള്ളൂ, എനർജി ചെക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും തരുന്ന കുറച്ച് മെസ്സേജസ് മാത്രം നമുക്ക് നോക്കാം. ജസ്റ്റ് ഇന്നത്തെ ദിവസം റിലാക്സ്ഡ് ആയിട്ട്. ഓക്കെ, അധികം വലിയ കാര്യങ്ങളൊന്നും ആക്കുന്നില്ല. ഓക്കെ, എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ നോക്കാം. ഓക്കെ, എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ്. വെരി ഗുഡ്. മെഡിറ്റേറ്റ് ആൻഡ് കോൺടെംപ്ലേറ്റ്. പേഴ്സണൽ ഇഷ്യൂ റീച്ചസ് റെസൊല്യൂഷൻ. You're very close to achieving your goals. Communication is key. Nothing is yet set in stone. A win-win outcome. Okay, ഒന്നും കൂടി എടുക്കാം. Your hard work is paying off. Very good. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് പറയുന്നത് ആദ്യത്തെ കാര്യം തന്നെ വളരെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ എടുക്കുക എല്ലാ കാര്യങ്ങളെയും. ഓക്കെ, നിങ്ങൾക്ക് പോസിറ്റീവ് സൈൻസ് ആണ് യൂണിവേഴ്സ് ഇവിടെ തരുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സമയം നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഇമോഷണൽ ആവാം, ഓക്കെ, ജോലി കരിയറിൻ്റെ കാര്യങ്ങളിലേക്കാവാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് ബന്ധങ്ങളിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, വേറെന്താ പറയുക, പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, എക്സാം എഴുതിയിട്ടും കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, എവിടെയെങ്കിലും പുറത്തു പോകാൻ ശ്രമിക്കുന്നു അതിൻ്റെ കാര്യങ്ങൾ, വീട്ടിൽ എന്തെങ്കിലും ജസ്റ്റ് ചെറിയ ലൈക്ക് ചെറുതല്ല കുറച്ച് വലിയ ഇഷ്യൂസ് എന്തെങ്കിലും നിങ്ങൾ വീട്ടിൽ ഫാമിലിയുമായിട്ടൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, എന്തായാലും എല്ലാത്തിനും ഒരു എൻഡാണ് വരുന്നത്, ഒരു ടഫ് സൈക്കിളിൻ്റെ എൻഡാണ് വരുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, വളരെയധികം യൂണിവേഴ്സ് നിങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ട്, പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എല്ലാം, പക്ഷെ നിങ്ങൾ നേരിട്ടിട്ടുണ്ട്, വളരെ ധൈര്യത്തോടെ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് എല്ലാം. ഓക്കെ, യെസ്, നിങ്ങൾക്ക് തോന്നി കാണാം പലപ്പോഴും ദാറ്റില്ല ഞാൻ ഗിവ് അപ്പ് ചെയ്യാൻ പോകുന്ന അവസ്ഥ വരെ നിങ്ങൾ എത്തിയിട്ടുണ്ടാവാം. ഓക്കെ, ബട്ട് എവിടേക്കോ നിങ്ങൾ ഐ തിങ്ക് പിടിച്ചു നിന്നായിട്ടാണ്. പക്ഷെ ഇത് രണ്ടും നമ്മുടെ കാപ്രിക്കോൺ ആണ്. കാപ്രിക്കോൺ എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മുടെ ഒരു അറൗണ്ട് ഡിസംബർ ജാൻ സമയത്തെ ആൾക്കാരെയാണ്. ഓക്കെ, ആൻഡ് ഈ ഇതിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. ആൻഡ് ഇവിടെ ഹാർഡ് വർക്ക് ഇസ് പേയിങ് ഓഫ് എന്നും പറയുന്നുണ്ട്. നിങ്ങൾ വളരെ ഐ മീൻ ഈ കാപ്രിക്കോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഗോട്ട് എന്ന രീതിക്ക് എടുക്കാം നമുക്ക്. ഒരു ഐ തിങ്ക് ഗോട്ടിൻ്റെ മുഖമാണെന്നാണ് തോന്നുന്നത്. സോ ഇതിൽ അവർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് പീപ്പിളാണ്. ഓക്കെ, കാപ്രിക്കോൺ ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാർ. ഓക്കെ, വളരെ ഹാർഡ് വർക്കിംഗ് ആയിരിക്കും, അവർ ഗിവ് അപ്പ് ചെയ്യില്ല. ഓക്കെ, വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന വ്യക്തികൾ. ഓക്കെ, കാര്യങ്ങൾ എത്ര തന്നെ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അതിനെ നേരിടാനുള്ള ധൈര്യം ഉണ്ടാവും. ഓക്കെ, മുന്നോട്ട് പോകാനുള്ള ധൈര്യം ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരിക്കും. സോ അതിൻ്റെ തന്നെ ഗുണം ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിങ്ങൾ കാപ്രിക്കോൺ ആവണമെന്നൊന്നുമില്ല, നിങ്ങൾ ഡിസംബർ ജനുവരി ബോൺ ആവണമെന്നില്ല, ഇതെല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഈ ക്യാരക്ടറിനെയാണ് ഞാൻ പറയുന്നത്. ഈ ഒരു നിങ്ങൾ വളരെ നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിനെ ഓക്കെ നിങ്ങൾ ശരിയാക്കി എടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയാം. ഒരുപാട് സൗണ്ട് പുറത്തുനിന്ന്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ലൈക്ക് ഹാർഡ് വർക്കിംഗ് ആണ്. നിങ്ങൾ ഡിറ്റർമിനേഷനോടെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ക്യാരക്ടർ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് അതിൻ്റെ റിസൾട്ടായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടഫ് സൈക്കിൾ നിങ്ങളുടെ എൻഡ് ആവാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ എൻഡിങ് വരുന്നുണ്ട്, ടഫ് സൈക്കിൾ മാറാൻ പോകുന്നു. ഓക്കെ, ആ ടഫ് പീരീഡ് നിങ്ങളുടെ എൻഡ് ആവാൻ പോകുന്നു എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ച കാര്യം ആ ഒരു കാലം ആ സമയം എൻഡ് ആവാൻ പോകുന്നു എന്നാണ്. ഓക്കെ, പേഴ്സണൽ ഇഷ്യൂ റീച്ചസ് റെസൊല്യൂഷൻ. ചിലവർക്ക് ഇവിടെ ഇമോഷണൽ കാര്യങ്ങളായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ച ചില കാര്യങ്ങളിലേക്ക് ഇമോഷണൽ ഫാമിലി റിലേഷൻഷിപ്സ് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ ഓക്കെ ഒരു അല്ലെങ്കിൽ വേണ്ട ജസ്റ്റ് ഓഫീസിൽ ആരെങ്കിലുമായിട്ട് നമ്മൾ ഇതുവരെ ഐ തിങ്ക് ഈ കഴിഞ്ഞ ആഴ്ചയുടെ നമ്മുടെ എനർജി അങ്ങനെയായിരുന്നു അല്ലേ. സോ ആ എനർജി ഒന്ന് മാറി വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആരെങ്കിലുമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ സ്വന്തമായ എന്തെങ്കിലും കാര്യങ്ങളുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി വരുന്നു. റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യങ്ങൾ സോൾവ് ആവുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ സോൾവ് ആവാനുള്ള ഒരു സമയം വന്നുകൊണ്ടിരിക്കുന്നു. എത്തിയോന്നറിയില്ല. ഓക്കെ, എന്തായാലും ആ ഒരു എനർജി പക്ഷെ മാറിക്കൊണ്ട് വരുന്നുണ്ട് എന്നാണ്. കാര്യങ്ങൾ നിങ്ങൾ മാറിക്കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരും എന്നാണ്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് കീ എന്ന് കണ്ടു. ഞാൻ ഇതിനെ ഒന്ന് കണക്ട് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഈസ് കീ. അപ്പം നിങ്ങൾ വേണ്ടത് ഇവിടെ തുറന്ന സംസാരങ്ങളാണ്, ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരും എന്ന് പറയാം. ആരെങ്കിലും നിങ്ങളോട് വന്ന് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നതായിരിക്കാം, നിങ്ങൾ ആരോടെങ്കിലും പറയുന്നതായിരിക്കാം. ഒരു നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് വരാൻ വേണ്ടിയിട്ട് അല്ലേ. ചില മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് തുറന്ന് സംസാരിച്ച് പറഞ്ഞ് ഷെയർ ചെയ്ത് ഓക്കെ അങ്ങനെ ഒരു
കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് എന്നാണ്, ആൻഡ് കമ്മ്യൂണിക്കേഷൻ വരും എന്നും പറയാം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ കിട്ടും നിങ്ങൾക്ക്, ചിലപ്പോൾ വിവരങ്ങൾ കിട്ടുന്നതായിരിക്കാം. ഓക്കെ, കാര്യങ്ങളൊന്ന് ക്ലിയർ ആവാൻ വേണ്ടി ചിലപ്പോൾ പലരോടും സംസാരിച്ചൊരു കോംപ്രമൈസ് എത്താന്നായിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്, കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം കാണുന്നുണ്ട്. ആൻഡ് നത്തിങ് ഈസ് യെറ്റ് സെറ്റ് ഇൻ സ്റ്റോൺ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു വിധി എഴുതണ്ട. ഓക്കെ, എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നു. നിങ്ങളൊരു വിധി എഴുതുമൊന്നും വേണ്ട. ഈ കാര്യം എൻഡായി, അല്ലെങ്കിൽ ഈ കാര്യം നടക്കില്ല, അല്ലെങ്കിൽ ഈ കാര്യം ഇങ്ങനെ തന്നെയാണ്, ഇത് ഫുൾ തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നിങ്ങളുടെ ഒരു മനസ്സിൽ ഒരു പിക്ചർ നിങ്ങൾ വെക്കണ്ട. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി നിങ്ങൾ വെക്കണ്ട. ഓക്കെ, മാറാൻ ഇനിയും സമയമുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, നത്തിങ് ഈസ് യെറ്റ് സെറ്റ് ഇൻ സ്റ്റോൺ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കല്ലിൽ കുത്തിവെച്ച പോലെയല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, ഇത് മാറാൻ ഇനിയും സമയമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ സിറ്റുവേഷൻസ് മാറി വരും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല അത് കഴിഞ്ഞു, ഇത് എൻഡായി, ഇവിടെ എല്ലാം അവസാനിച്ചു, എല്ലാം ഒന്നും നടക്കാൻ പോകുന്നില്ല, നമ്മൾ വിചാരിച്ച പോലെയല്ല, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നോ, നോട്ട് യെറ്റ്. ഓക്കെ, ഇവിടെ ഇനിയും സിറ്റുവേഷൻ മാറി വരാൻ ഒരു ചെറിയ സമയം ബാക്കിയുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു അവസരമുണ്ട്. ഓക്കെ, സിറ്റുവേഷൻ മാറി വരാനുള്ള നിങ്ങളുടെ ധാരണകൾ നിങ്ങൾ അങ്ങനെ അതിൽ പിടിച്ചിരിക്കേണ്ട. ഓക്കെ, ഒരു അവസരം കൊടുക്കുക. വ്യക്തികൾക്കായാലും സിറ്റുവേഷൻസിനായാലും സാഹചര്യങ്ങൾക്കായാലും ഒരവസരം നിങ്ങൾ മനസ്സിൽ കരുതുക. ഓക്കെ, ഒന്നുകൂടി ഒന്ന് ശ്രമിക്കാം, ഒന്നുകൂടി ഒന്ന് കോംപ്രമൈസിന് സംസാരങ്ങൾ വരുമായിരിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് ഒരു മാറ്റം വരാനുള്ള സാധ്യത, നിങ്ങളൊന്ന് ഓപ്പൺ ആക്കി മൈൻഡിനെ ഒരുപാട് അങ്ങനെ കടുംപിടുത്തം പിടിച്ച് നിൽക്കണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, മെഡിറ്റേറ്റ് ആൻഡ് കോൺടെംപ്ലേറ്റ്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഒരുപാട് ആങ്സൈറ്റി ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങളുടെ മനസ്സ് ഒരുപാട് ആങ്ഷ്യസ് ആവുന്നുണ്ടെങ്കിൽ, നമ്മുടെ കടൽ പോലെ അസ്വസ്ഥത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ലേശം നിങ്ങൾ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അവനവനെ നിങ്ങൾ ശാന്തമാക്കി കൊണ്ടുവരാം. ഓക്കെ, എല്ലാവരിലും നല്ലതും ചീത്തയും ഉണ്ടാവും. ചില കാര്യങ്ങൾ ചില സമയത്ത്, അതും എപ്പോഴും അല്ല, ചില സമയത്ത് ചിലവരുടെ ഒരു മോശം വശം ചിലപ്പോൾ വന്നു എന്ന് വരാം. ഓക്കെ, ചില കാര്യങ്ങളിൽ ചില മോശം വശം നമുക്ക് കണ്ടു എന്ന് വരാം. പക്ഷെ എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ആവണം, ഫിക്സ് അല്ല എന്നാണ് പറയുന്നത്. മാറാനുള്ള ഒരു അവസരമുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യും. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗൈഡൻസ് തരും. ഓക്കെ, ആൻഡ് ഇവിടെ വിൻ വിൻ ഔട്ട്കം, നിങ്ങളുടെ ഭാഗത്ത് ന്യായം വരുമെന്ന് പറയാം, നിങ്ങൾ ജയിക്കുമെന്ന് പറയാം. ആരെങ്കിലും നിങ്ങളോട് ന്യായമായിട്ട് പെരുമാറിയിട്ടില്ലെങ്കിൽ അവർ നിങ്ങളോട് വന്ന് സോറി പറയുന്നതായിരിക്കാം. ഓക്കെ, ഏതെങ്കിലും കോർട്ട് കേസ് കാര്യങ്ങൾ, നിങ്ങളെ തെറ്റായ ആരോപണങ്ങൾ നിങ്ങളുടെ മേലെ ഉണ്ടെങ്കിൽ അവിടെ ഒരു വിൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങളെ ഭാഗം ന്യായം ക്ലിയർ ആവും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെയാണ്, ജോലി, കരിയർ, അവിടെയൊക്കെ നിങ്ങൾക്കൊരു ഉയർച്ച അല്ലെങ്കിൽ ഒരു വിൻ നിങ്ങളുടെ ഭാഗത്തേക്കായിരിക്കും എന്ന് പറയും. ഈവൻ ബന്ധങ്ങളിലായാലും. ഓക്കെ, എന്തെങ്കിലും നിങ്ങളെ ആരെങ്കിലും കുറ്റപ്പെടുത്തി, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും പെരുമാറി, അതിനെല്ലാം നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ജയിക്കും എന്ന് പറയാം. ഓക്കെ, അപ്പം അവരെ തെറ്റുകൾ റിയലൈസ് ചെയ്ത് വരുമായിരിക്കും ചിലവർക്ക്. അതാണ് ഇവിടെ എനിക്ക് തോന്നുന്നത്, തെറ്റ് റിയലൈസ് ചെയ്ത് ആരെങ്കിലും ഒക്കെ വരാനുള്ള സാധ്യത ആയിരിക്കാം. പേഴ്സണൽ ഇഷ്യൂ ആണ്. സോ മേ ബി കമ്മ്യൂണിക്കേഷനും പറയുന്നുണ്ട്. ആരെങ്കിലും വന്ന് കോംപ്രമൈസിന് ശ്രമിക്കാം, സോറി പറയാം നിങ്ങളോട് ചിലപ്പോൾ. ഓക്കെ, അതിപ്പോൾ ജോലിയിലായാലും ബന്ധങ്ങളിലായാലും എവിടെയായാലും കേട്ടോ, ഓഫീസിലായാലും ഒക്കെ ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം ന്യായമായിട്ട് നിങ്ങളുടെ പ്രൊമോഷൻ കിട്ടിയില്ല, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ല, വേറെ ആൾക്ക് പ്രൊമോഷൻ കൊടുത്തു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവിടെ ആ ഒരു ന്യായം പക്ഷെ നിങ്ങളുടെ ഭാഗത്തേക്ക് കൂടി വരും. ഓക്കെ, അത് യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കും എന്നാണ്. ഓക്കെ, ആൻഡ് യുവർ ഹാർഡ് വർക്ക്. യെസ്, ഓക്കെ, ആൻഡ് യു ആർ വെരി ക്ലോസ് ടു അച്ചീവിങ് യുവർ ഗോൾ എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഗോളിൻ്റെ അടുത്ത് എത്താറായി. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, നിങ്ങളുടെ വിഷ് നടക്കാറായി. ഇനി ഗിവ് അപ്പ് ചെയ്യരുത്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക, ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഹാർഡ് വർക്ക് ഇട്ടുകൊണ്ടിരിക്കുക. ഓക്കെ, ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് എത്ര എഫേർട്ട് ഇട്ടിട്ടും കിട്ടുന്നില്ല എന്ന് തോന്നി അവസാനം ഗിവ് അപ്പ് ചെയ്യരുത്. ഓക്കെ, നല്ലോണം നിങ്ങളുടെ വർക്ക് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, യൂണിവേഴ്സ് അതിനുള്ള റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരും, റിവാർഡ്സ് നിങ്ങൾക്ക് തരും. നമുക്ക് ഗണേശ മെസ്സേജസ് കൂടി എടുക്കുന്നുണ്ട് ഞാൻ. റിലാക്സേഷൻ, പ്രയോറിറ്റീസ്, ബിലോങ്ങിങ്, പെർസിവിയറൻസ്, സറണ്ടർ, പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഇത് നിങ്ങളുടെ മാറ്റങ്ങളുടെ കൂടി ഒരു സമയമായിരിക്കും കേട്ടോ. ഓക്കെ, ആൻഡ് ജോയ്. പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ജോയ് വരുമെന്നാണ് പറയുന്നത്, സന്തോഷം വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, കാര്യങ്ങൾ സിറ്റുവേഷൻസ് മാറി വരുമെന്നുമാണ്, നിങ്ങൾ തന്നെ മാറും എന്നുമാണ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലും പല മാറ്റങ്ങളും സംഭവിക്കാവുന്ന സമയമാണ്. ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സമയമാണിത്. ഓക്കെ, ഒരു പേഴ്സണൽ ഗ്രോത്തിൻ്റെ സമയമാണ്. ആൻഡ് അത് നിങ്ങൾക്ക് മുന്നോട്ട് തീർച്ചയായിട്ടും സന്തോഷങ്ങൾ കൊണ്ടുവരും നിങ്ങൾക്ക്. ഓക്കെ, ആൻഡ് ഇവിടെ റിലാക്സേഷൻ നിങ്ങളോട് പറയുന്നുണ്ട്, ഒരു അല്പം റിലാക്സ് ആവുക, മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം, പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കുക. മൈൻഡിനെ ഒരുപാട് നിങ്ങൾ അസ്വസ്ഥമാവാൻ വിടണ്ട. ഓക്കെ, കുറച്ച് ശാന്തം, കാര്യങ്ങൾ കൂടുതൽ ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് നെഗറ്റീവിലേക്ക് കൊണ്ടുപോകണ്ട. ഓക്കെ, വിട്ടേക്കുക.
സറണ്ടർ ചെയ്യുക എന്നുണ്ട്. ഓക്കെ, സോ സറണ്ടർ ടു ദ യൂണിവേഴ്സ്. ഓക്കെ, നമ്മൾ പറയാറില്ലേ ചില കാര്യങ്ങൾ നടക്കേണ്ടതാണ് എന്ന് പറയാറുണ്ടല്ലോ അല്ലേ. സോ അത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക, നടക്കുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന് പറയാം. ആൻഡ് ഇവിടെ പെർസിവിയറൻസ്, നിങ്ങളുടെ ഹാർഡ് വർക്ക് നിങ്ങൾ നിർത്തരുത്. ഓക്കെ, നിങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, നിങ്ങളുടെ എഫേർട്ട് വേണ്ടത് നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കാം. ഓക്കെ, അതൊരിക്കലും നിങ്ങൾ നിർത്തരുത്. പ്രയോറിറ്റീസ്, പക്ഷെ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്തിനാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? മറ്റുള്ളവർക്കാണോ അവനവനാണോ? ഓക്കെ, ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, എവിടെയാണ് ബൗണ്ടറി വെക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആർക്കാ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, എന്തിനാ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അവനവന് പ്രയോറിറ്റി കൊടുക്കുക, അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ അവനവൻ്റെ കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മളെ ആരും വേദനിപ്പിക്കാൻ ഇട കൊടുക്കാതിരിക്കുക. ഓക്കെ, ബിലോങ്ങിങ്, സെൻസ് ഓഫ് ബിലോങ്ങിങ് എന്ന് പറയാം. അതായത് ഓക്കെ, നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇത്. അതായത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി, പുറത്താക്കപ്പെട്ടു പോയി. ഓക്കെ, ചില എന്തെങ്കിലും ജോലിയിലായാലും നിങ്ങൾ ചെയ്തതിനൊരു വാല്യൂ കിട്ടിയില്ല, നിങ്ങൾക്ക് ഫാമിലിയിലായാലും നിങ്ങൾക്ക് ഒരു റെസ്പെക്ട് കിട്ടിയില്ല എന്നൊക്കെ വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു പേഴ്സൺ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ബന്ധങ്ങളിലാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടിയില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എവിടെയാണോ നമ്മൾക്ക് പ്രയോറിറ്റി കിട്ടുന്നത്, എവിടെയാണോ നമ്മൾ മാനിക്കപ്പെടുന്നത്, അവിടെ നിൽക്കുക നമ്മൾ. ഒന്നാമത്തെ കാര്യം. ഓക്കെ, എവിടെയാണോ നിങ്ങൾക്ക് ആ സെൻസ് ഓഫ് ബിലോങ്ങിങ് തോന്നുന്നത് അവിടെ നിൽക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഒന്നാമത്തെ കാര്യം. ആൻഡ് ഇത് എനിക്ക് തോന്നുന്നത് വേറൊരു കാര്യം കൂടിയാണ്, നിങ്ങൾക്കത് വരും എന്നുകൂടി എനിക്ക് തോന്നുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ശരിക്കും എത്തേണ്ട അവിടെ എത്തുമെന്ന് പറയാം. ഓക്കെ, അതായത് നമ്മൾക്കുള്ള സ്ഥാനങ്ങൾ, നമ്മൾക്ക് കിട്ടേണ്ട നമ്മളുടേതായ ഇടങ്ങളിൽ നമ്മളെത്തും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യും അല്ലേ. നമ്മൾ ആ കംഫർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു സെൻസ് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. സെൻസ് ഓഫ് ബിലോങ്ങിങ് എന്ന് പറയും. അതായത് ഞാൻ ഇന്ന സ്ഥലത്ത് ബിലോങ് ചെയ്യുന്ന എനിക്കുള്ള ഇടമാണ് എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഇതിലേക്ക് എത്തുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ എല്ലാവരുടെയും നിങ്ങൾക്ക് കിട്ടേണ്ട അർഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും, അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് അർഹിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് തരും. ഓക്കെ, സോ പേടിക്കണ്ട, വിഷമിക്കണ്ട. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. റെസൊല്യൂഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഫുൾ മൂൺ വരുന്നുണ്ട്. ഐ തിങ്ക് മൺഡേ ആണ് എൻ്റെ ഓർമ്മയിൽ. ഓക്കെ, മൺഡേ എന്നാണ്. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയാൽ ഞാൻ ഫുൾ മൂണിൻ്റെ എന്തെങ്കിലും റെമഡി എന്തെങ്കിലും പോസ്റ്റ് ഇടാൻ നോക്കാം. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ അത് വലിയ ലോങ് ആയിപ്പോകും. പിന്നെ അപ്പോൾ ബാക്കി വേറെ റീഡിങ്സ് ഒന്നും ചെയ്യാൻ എനിക്ക് തോന്നില്ല, അതാണ്. ഓക്കെ, ഞാൻ നോക്കട്ടെ. ഏതെങ്കിലും ഒന്ന് മൺഡേ ആവുമ്പോൾ മൺഡേയുടെ നമ്മുടെ ഗൈഡൻസും ഉണ്ട് നോർമലി. ലെറ്റ് മീ സി. ഞാനൊന്ന് ആക്ച്വലി ഞാൻ ഡേറ്റ് ചെക്ക് ചെയ്തില്ല. മൺഡേ ആണെന്നാണ് എൻ്റെ ഓർമ്മ. നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ, സോ എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കുക. നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.